നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. 9-ാം ഭാവത്തിലെ സൂര്യൻ ആത്മീയമായിട്ടുള്ള കർമ്മപുണ്യവും കർമ്മബാധ്യതകളും കാർമിക് ഡെപ്റ്റിനെ കുറിച്ചും നമുക്ക് ആഴത്തിൽ ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ 9-ാം ഭാവത്തിലെ പരിഹാര മാർഗങ്ങൾ, ഇതൊക്കെ മനസ്സിലായിട്ടും കാര്യമില്ലല്ലോ, പരിഹാരം വേണ്ടതെന്നല്ലേ പറയണേ. നമുക്ക് പരിഹാര മാർഗങ്ങളെക്കുറിച്ചും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കാർമിക് പുണ്യം, കാർമിക് ഡെപ്റ്റിൽ ഒരു ഏരിയ മെറിറ്റ് ആയിരിക്കും. എപ്പോഴും സുഹൃത ദുഷ്കൃതങ്ങളായിട്ട്, ഒന്ന് പൊന്നിൻ ചങ്ങലയും മറ്റൊന്ന് ഇരുമ്പിൻ ചങ്ങലയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സുഹൃതം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഒരു നിത്യരീതിയായിട്ടിരിക്കുന്ന ഒരാളിന് ധാരാളം സുഹൃതമുണ്ട്, അപ്പോൾ അയാൾക്ക് സുഹൃതം അനുഭവിക്കാനും വേണ്ട, പക്ഷെ എന്നാൽ പോലും അയാൾ ആ സുഹൃതം അനുഭവിച്ചേ മതിയാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊരു പൊന്നിൻ്റെ ചങ്ങലയായിട്ട് തോന്നത്തുള്ളൂ. എന്നാൽ നമ്മളെപ്പോലുള്ളവർക്ക്, ആഗ്രഹം ധാരാളമുള്ളവർക്ക്, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർക്ക്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് പോയിട്ടുള്ളവർക്ക്, ദുഃഖിതരായിട്ടുള്ള മനുഷ്യർക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ നടക്കും, നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു സമാധാനമാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ കാർമിക് മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമ്പതാം ഭാവം എന്നത് മുൻജന്മ പുണ്യങ്ങളുടെ ഒരു സംഭരണശാലയാണെന്ന് വേണമെങ്കിൽ പറയാം. കാർമിക് മെറിറ്റ് നോക്കുമ്പം റിസർവയർ ഓഫ് പാസ്റ്റ് പുണ്യം, പൂർവജന്മ ആർജിതമായിട്ടുള്ള പുണ്യങ്ങളുടെ റിസർവയർ എന്ന് വേണേൽ പറയാം. ആത്മാവിൻ്റെ കാരകനായിരിക്കുന്ന സോളിൻ്റെ നാച്ചുറൽ സിഗ്നിഫിക്കേറ്ററായിട്ടുള്ള സൺ, അതായത് ആത്മകാരകൻ, അതായത് ജൈമിനിയുടെ ആത്മകാരകനല്ല, നാച്ചുറൽ ആത്മകാരകൻ. പരാശരനും ജ്യോതിഷത്തിൽ ഓരോ വിഷയത്തിൽ അച്ഛൻ്റെ കാരകൻ സൂര്യനെ പറയുമ്പം, അമ്മയുടെ കാരകൻ ചന്ദ്രനെ പറയുമ്പം, ആത്മാവിൻ്റെ കാരകൻ സോളിൻ്റെ കാരകൻ എന്ന് പറയുന്നത് സൂര്യനും മനസ്സിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ചന്ദ്രനുമാണ്. അപ്പോൾ പ്രകാശമയമായ സൂര്യൻ ആത്മാവിൻ്റെ കാരകനായിട്ട് പൂർവപുണ്യ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗുണാനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് സത്യസന്ധതയോടെയുള്ള, അല്ലെങ്കിൽ സത്യസന്ധതയോട് ഉള്ള അവരുടെ ഒരു ആഭിമുഖ്യമാണ്. നമുക്ക് അതിനോടൊരു താല്പര്യം വരും. കഴിഞ്ഞ ജന്മത്തിൽ സമൂഹത്തിൽ നീതി നടപ്പിലാക്കാനും, പൂർവജന്മാർജിതമായിട്ട് നീതി നടപ്പിലാക്കാനും അധർമ്മത്തിനെതിരെ പോരാടാനും ശ്രമിച്ച വ്യക്തിയാണ് ഇവർ എന്നുള്ളത് ഉറപ്പാണ്. അതിന് അവർ നന്നായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ജന്മം അവർ നടക്കും. അപ്പോൾ ഈ ജന്മം അവർ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പൊസിഷനിലേക്ക് ഈ 9-ലെ രവിക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ പൂർവ്വജന്മത്തിൽ നന്നായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് പ്രകൃതി ഈ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ജന്മത്തിലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കി പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്നൊന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല, ആസ്വദിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഫലമായി ഈ ജന്മത്തിൽ അധാർമികമായ വഴിയിലൂടെയുള്ള പണം സമ്പാദിക്കാനോ വളരാനോ ഇവരുടെ ആത്മാവ് അനുവദിക്കില്ല. അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. 2, അങ്ങനെ പോകുന്നതിനനുസരിച്ച് നാക്ക് നോക്കണം. നാവിനൊരു പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ. രവി 3-ലേക്കുള്ള ദൃഷ്ടി കാരണം കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ പാളിപ്പോവും. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല. അതൊരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. രാജകീയ തേജസ്സും സ്വാധീനവുമാണ് 2ാമത്തെ ഉള്ളത്. റീഗൽ ഓറ ആൻഡ് ലീഡർഷിപ്പ്, അതായത് ഇവർ ജനിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു നേതൃപാടവം, അല്ലെങ്കിൽ ഇവരിൽ പ്രകൃതിയാ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്.
കഠിനമായി ശ്രമിക്കാതെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ഒരു ഉയർന്ന തലത്തിലേക്ക്, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്കൊക്കെ ഇവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നിൽക്കാനും തൻ്റെ താഴെയുള്ളവരെ, തന്നെ ബഹുമാനിക്കുന്നവരോടൊരു അടുപ്പം കാണിക്കാനും ഒക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. കുറച്ച് സുപ്പീരിയർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഉയർന്ന ജ്ഞാനവും ഈശ്വരാനുഗ്രഹവും കർമ്മയോഗി ടെൻഡൻസി, അതായത് കർമ്മയോഗി ആവണം എന്നുള്ള ആഗ്രഹവും ഇവരുടെ ഉള്ളിൽ ഉണ്ടാവും. മുൻജന്മത്തിൽ ചെയ്ത മന്ത്രസാധനകളുടെയോ തത്വചിന്താപരമായിട്ടുള്ള പഠനങ്ങളുടെയോ അല്ലെങ്കിൽ പുണ്യം അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തതിൻ്റെ ഒരു പുണ്യം ഈ ജന്മത്തിൽ ശാസ്ത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ നിഗൂഢ വിദ്യകളിലേക്കോ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ ഇവർക്ക് സാധിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദൃശ്യമായിട്ടുള്ള ഒരു ദൈവീക സംരക്ഷണം, പ്രപഞ്ചത്തിൻ്റെ ഒരു ആത്മാവ് ഇവരുടെ ഒപ്പം ഉണ്ടാവുന്നതായിട്ടും അല്ലെങ്കിൽ ലീഡർ ലെവലിലുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുമുള്ളൊരു ഫീല് ഇവർക്കുണ്ടാവുകയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യവും ആണ്. അങ്ങനെ നോക്കുമ്പം രവിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. രവി അനുഗ്രഹിച്ചാൽ കിട്ടുന്ന കുറേ പുണ്യകാര്യങ്ങളുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ഒരാളെന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് വളരെ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ വാക്ക് സൂക്ഷിച്ചുപയോഗിക്കുക. 2, കുറച്ചൊരു നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഇവർക്കുണ്ടാവും. അതൊന്ന് പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ടല്ല, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ വ്യാഴമൊക്കെ അനുഗ്രഹിച്ച് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ട്രെയ്റ്റ് ഉണ്ടല്ലോ, രവിക്കും ചൊവ്വയും ശനി ചൊവ്വ ഇവരൊക്കെയാണ്, ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ട്രെയ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അധികാരം, അതുപോലെ തന്നെ മുഖസംരക്ഷണം, സൗന്ദര്യ സംരക്ഷണമുള്ള ശുക്രനെ, ഇതങ്ങനെയല്ല. തൻ്റെ വ്യക്തി, താൻ, ഞാൻ, അമ്പട ഞാനെന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പം അതൊക്കെ നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഭാവിയിൽ ബുദ്ധിമുട്ടാവുകയും തനിക്ക് താഴെയുള്ളവരോടെല്ലാം പുച്ഛവും മേളിലുള്ളവരോടൊക്കെ ബഹുമാനമുണ്ടെങ്കിലും അവരെക്കാളിൽ മുകളിലേക്ക് പോകണം എന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളും അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുമൊക്കെ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ എന്നും ഒരുപോലെ വർക്ക് ചെയ്യില്ല. നല്ല പണി കിട്ടും, നന്നായിട്ട് നോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് ഓർത്ത് വെച്ചോളുക. നമുക്ക് കർമ്മബാധ്യത, കാർമിക് ഡെപ്റ്റിനെ കുറിച്ച് നോക്കാം. സൂര്യൻ 9ാം ഭാവത്തിൽ വരുമ്പോൾ അത് കേവലം ഒരു പുണ്യം മാത്രമല്ല എന്നുള്ളതാണ്. ആത്മാവ് മുൻജന്മത്തിൽ വരുത്തിയ വീഴ്ചയുടെ ബാധ്യത കൂടി നമ്മളതിനകത്ത് കാണണം. 9ാം ഭാവം പിതാവിൻ്റെയും ഗുരുവിൻ്റെയും സ്ഥാനമാണ്. സൂര്യൻ അധികാരത്തിൻ്റെ പ്രതീകവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു കടം മോശമായ രവി 9ൽ നിന്നാലുണ്ടാവും. മുൻജന്മത്തിൽ തനിക്കുണ്ടായിരുന്ന പദവിയോ രാജകീയമായിട്ട് അധികാരങ്ങളോ ഉപയോഗിച്ച് സ്വന്തം പിതാവിനെയോ തനിക്ക് അറിവ് നൽകിയ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ താനുമായി വേണ്ടപ്പെട്ട പലരെയോ അപമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്തതിൻ്റെ ഒരു ആത്മാഭിമാന കടമാണിത്. സെൽഫ് ഈഗോ ഡെപ്റ്റ് എന്ന് വേണേൽ പറയാനും. അതുകൊണ്ട് തന്നെ ഈ ജന്മം ഗുരുക്കന്മാരിൽ നിന്നോ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മേലധികാരികളിൽ നിന്നോ ഒക്കെ നെഞ്ച് തറച്ച് കയറുന്ന സങ്കടങ്ങളോ അല്ലെങ്കിൽ ഈഗോ ഹേർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളോ വരാം. അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ കർമ്മഫലമാണ്, ഇത് അനുഭവിക്കേണ്ടതാണെന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മത്സരിച്ച് ഇങ്ങനെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മത്സരിച്ച് ബലം പിടിച്ചിങ്ങനെ വാശി വരാൻ വെക്കണം. അതിനെ ലൂസായിട്ട് ഇവിടെ പ്രഷർ കയറണ്ട. ഇങ്ങനെ ഇത് ഞാൻ അനുഭവിക്കണം, ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നേ ഉള്ളൂ.
രണ്ടാമത്തേതെന്ന് പറയുന്നത് അറിവിൻ്റെ അഹങ്കാരമാണ്, ഇൻ്റലക്ച്വൽ അരഗൻസ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. അപ്പോൾ ഇങ്ങനൊരു സാധ്യത അത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണെന്നേ, എനിക്കറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കറിയാത്തതുകൊണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഒരു സൈഡിലെ കംപ്ലീറ്റ് കുഴപ്പങ്ങൾ പറയും. അപ്പോൾ എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ധർമ്മം എന്നുള്ളത് മുൻജന്മത്തിലെ തെറ്റായ ബോധ്യം കാരണം ഈ ജന്മത്തിൽ സപ്പോർട്ടിംഗ് സിസ്റ്റം അനുകൂലമല്ലാതെ വന്നപ്പം, തൻ പ്രതീക്ഷിച്ചവരാരും കൂടെ നിൽക്കാതെ വന്നപ്പം ഒറ്റപ്പെട്ടു പോയതിൻ്റെ കലിപ്പിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് മുടലെടുത്ത ചില അറിവുകൾ മാത്രമാണ് ശരിയെന്നും, അത് അങ്ങനെ ചെയ്തു തുടങ്ങുമ്പം കുറച്ച് വിജയങ്ങളൊക്കെ വരും ജീവിതത്തിൽ, കുറച്ച് സമ്പത്തുണ്ടാവാം, കുറച്ചൊരു ഫാൻ ഫോളോവേഴ്സൊക്കെ ഉണ്ടാവാം, കുറച്ച് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അവസാന കാലം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഫോളോ ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ അത് മുൻജന്മത്തിലെ തെറ്റായ ബോധ്യം കാരണം മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയ ദുഃഖത്തിൻ്റെ വാക്യപത്രമാണ്. അതുകൊണ്ട് ഈ ജന്മം എനിക്കെല്ലാം അറിയാൻ, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ഇത് ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം സ്പിരിച്വലായിട്ടുള്ള ഒരു അച്ഛൻ ഈ വ്യക്തിയെ 9ൽ രവി നിൽക്കുന്ന ഒരാളെ നന്നായിട്ട് വഴക്കു പറയും, ദേഷ്യപ്പെടുകയും ഒക്കെ. സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റില്ല, റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്താൽ, പേരൻറ്റിങ് മോശമായിരുന്നെങ്കിൽ, ഫാദറിനെ ഫോളോ ചെയ്ത കാര്യങ്ങളോടെല്ലാം ഈ വ്യക്തിക്ക് വളരെ ദേഷ്യമായിരിക്കും. അപ്പോൾ എവിടെയൊക്കെ അവർക്ക് ആ ഒരു സ്പിരിച്വലായിട്ടുള്ള അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ കാണുന്നത്, അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ കാണുന്നതും ഒക്കെ നല്ല ദേഷ്യമായിരിക്കും. മനസ്സിലാകും. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാത്തിനെയും, ഒരു സമൂഹത്തെ മൊത്തത്തിനെ എതിർക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ ന്യായമായിട്ടുള്ള പല അഭിപ്രായങ്ങളെയും തൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഇൻ്റലക്ച്വൽ അരഗൻസ് കൊണ്ടും ചവിട്ടി മെതിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ശാപതാപങ്ങൾ ഈ ജന്മം അത് കിട്ടുകയും ചെയ്യും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതല്ലാതെ അതിനെ കൊണ്ട് വീണ്ടും വാദിച്ച് മുന്നോട്ട് പോയാൽ രസമാണ്. ചിലവരിത് എൻജോയ് ചെയ്യും, പക്ഷെ മനസമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരമപദപ്രാപ്തിയാണ്. ഈ ജന്മം എന്താണെന്നുള്ളത് എല്ലാം നേടുന്നതും അറിഞ്ഞതും സർവ്വതും പരമമായ സത്യമാണെന്നും അതിൻ്റെ പ്രകാശമാണ് ഇതെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ വിമർശമാണിതെല്ലാം എന്ന് ഉള്ള തിരിച്ചറിവ് വരുമ്പം പ്രകാശസ്വരൂപമായിരിക്കുന്ന പരമസത്യത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ജീവിതധർമ്മം. ഏതൊരു ജീവജാലത്തിൻ്റെയും സർവ്വതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെന്നുള്ള തിരിച്ചറിവ് വരുന്നവർക്കാണെങ്കിൽ ഇത് കുഴപ്പമാണ്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളത്. അത് തെറ്റ് സംഭവിക്കാം. പൂർണ്ണത എന്നൊന്നും ഭൂമിയിലില്ല. അതല്ലാത്തവർക്ക് മോക്ഷം, എന്ത് മോക്ഷം അതൊന്ന് കാണിച്ചു തരൂ, അല്ലെങ്കിൽ ഒന്ന് രുചിപ്പിച്ചു തരും, നിങ്ങളാദ്യം എവിഡൻസ് തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവർക്ക് ഈ അരഗൻസ് ഒരു സുഖമായിരിക്കും. അപ്പോൾ എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ധർമ്മം, ഞാൻ അതിനുള്ള എവിഡൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ധർമ്മം മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളത് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. ആ മാറ്റം വരുത്തേണ്ടതാണ് എല്ലാ കാര്യത്തിലും. അതിനനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകുന്നതും. അത് ജീവിതത്തിലും വരുത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. വീട്ടിൽ പുറത്ത് സ്റ്റാറായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ആളായിരിക്കും, പക്ഷെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവും. ജയിലിൽ അടയ്ക്കപ്പെട്ട രാജാവിനെ പോലെ, സിംഹാസനത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന രാജാവിനെ പോലെ ഇമോഷണലി ചുറ്റുപാടുമുള്ളവരുടെ അവൈലബിലിറ്റി കുറയും, സ്നേഹം കുറയും, ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളോടുള്ള അടുപ്പം കുറയും. വലിയ ബുദ്ധിമുട്ടാണ് അവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ. പിന്നെ അതിൻ്റെ ദേഷ്യം മൊത്തം തീർക്കുന്നത് ജോലിയിലും ചുറ്റുപാടുമുള്ളവരോടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും പോവാതെ സ്വയം ഹാൻഡിൽ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കിയാൽ ജീവിതം ഭംഗിയാവും. ഈ ജന്മത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഈ തെറ്റുകളുടെ കടം വീട്ടാനായിട്ട്
ഈ ജന്മത്തിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിലെ വലിയ വിള്ളലുകൾ ഉണ്ടാകാം. പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ്, കാരകോ ഭാവനാശക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രയൊക്കെ സ്നേഹിച്ചാലും പിതാവിൽ നിന്നോ സമൂഹത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ ഉള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, അംഗീകാരമൊന്നും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. പലപ്പോഴും അർഹിച്ച സ്ഥാനക്കയറ്റമോ പ്രശസ്തിയോ ഒക്കെ അവസാന നിമിഷമായിരിക്കും കിട്ടുന്നു, അല്ലെങ്കിൽ അവസാന നിമിഷം തട്ടിപ്പോവുകയും ചെയ്യും, തടഞ്ഞ് തെറിച്ചു പോവുകയും ചെയ്യും. രാഹുവിൻ്റെ നക്ഷത്രത്തിലൊക്കെയാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പം അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ റെമഡീസായിട്ട് പറയാം. അതിൻ്റെ ഒരു പ്രായോഗിക വശം എന്ന് പറയുന്നത്, പിതാവ് അല്ലെങ്കിൽ ഫാദർ ഫിഗറായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരുമായിട്ട് പിതാവുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ മറുത്തു സംസാരിക്കാതെ വിനയം കാണിക്കുക. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ട് ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി സമയമറിഞ്ഞ് പേശുക, സഭയറിഞ്ഞ് പേശുക, പേശിയും പഴകുക, പേശാതെയും പഴകുക. ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം ദം. അവരിൽ നിന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. സൂര്യൻ 9 നിൽക്കുമ്പോൾ പിതൃദോഷ സാധ്യത കൂടും. അതിനാൽ കറുത്തവാവ്, കർക്കിടവാവ് തുടങ്ങിയിട്ടുള്ള പുണ്യദിനങ്ങളിൽ പിതൃക്കൾക്ക് ബലിയിടുക, തിലഹവനം നടത്തുക, അച്ഛൻ്റെ പരമ്പരകളിൽപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ ശ്രമിക്കുക, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുക. പൊതുവേ അച്ഛൻ്റെ പരമ്പരയിൽപ്പെട്ട അച്ഛൻ്റെ പരമ്പരകൾ, അച്ഛൻ്റെ അമ്മ വഴി അച്ഛൻ്റെ അച്ഛൻ വഴിയുമുള്ള സർവ്വ പരമ്പരകൾക്കുമായിട്ട് ശ്രാദ്ധങ്ങൾ കഴിക്കുന്നതൊക്കെ വളരെ വിശേഷമാണെന്നുള്ളത് പറയണ്ടല്ലോ. അപ്പം അത് ചെയ്യുക. അപ്പം രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഈഗോ ഡിസോൾവിങ് ആണ്. ഓവർ ഈഗോയെ ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. താൻ വിശ്വസിക്കുന്ന ആചാരങ്ങളോ തത്വചിന്തകളോ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഈ ഒരു റെമഡി വളരെ ശരിയായിരിക്കും, അത് നിങ്ങൾക്കത് നല്ല ഉറപ്പും കാണും. പക്ഷേ മറ്റുള്ളവർക്ക് അവരവരുടേതായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാജകീയ പ്രൗഢി കാണിക്കേണ്ടത് വേറൊരു മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ തത്വചിന്തകളോ മറ്റുള്ളവരുടെ മേലിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. ഒരു ഗുരുനാഥനോ ആത്മീയ ഗവേഷകനോ ആകുമ്പോൾ ഞാൻ വെറും ഒരു നിമിത്തം മാത്രമാണെന്നുള്ള ബോധ്യം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ഗുരുനാഥനാവാം, ചിലപ്പോൾ ഒരു ആത്മീയ ഗവേഷകനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു നിമിത്തം മാത്രമാണ് ഞാൻ. നിമിത്തമാത്രം ഭവസവ്യസാചി ഭഗവാൻ ഗീതയിൽ പറയും. അപ്പോൾ എന്ന് ബോധ്യം എപ്പോഴും, ആ ഒരു തോട്ട് ഭഗവാൻ പറഞ്ഞത്, നീ നിമിത്തം മാത്രമാണല്ലയോ അർജുന, ഞാനിതൊക്കെ എപ്പോഴേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിമിത്തം മാത്രമാണെന്നുള്ള ബോധ്യം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ ആത്മീയപാതകളെയും മറ്റുള്ളവരുടെ രീതികളെയും ചിന്താധാരകളും ചിലപ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിരിക്കും, അതിനെ ബഹുമാനിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തനിക്ക് കീഴിലുള്ളവരോടുള്ള പെരുമാറ്റം, നിങ്ങളുടെ കീഴിൽ അറിവ് നേടുന്നവരോടും കടുത്ത നിഷ്ഠകൾ കാണിക്കുമ്പോൾ ഉള്ളിൽ കാരുണ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജോലിയിലൊക്കെ ഇവരുടെ കൂടെയൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ, രവിക്ക് ബലമുള്ളവരുടെ കൂടെ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവർക്ക് മേളിലുള്ളവരെ പോലും അവർ അങ്ങനെ അംഗീകരിക്കത്തില്ല. അപ്പോൾ അവരുടെ താഴെയുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. അപ്പം കാരുണ്യമാണ് ഇതിന് അടിസ്ഥാനം. ഇനിയും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യനാരായണ പൂജ. സത്യനാരായണൻ, സത്യയുഗത്തിലെ നാരായണൻ, സൂര്യമണ്ഡല മധ്യവർത്തിയായിട്ടിരിക്കുന്ന നാരായണനെ ആശ്രയിക്കുന്നത് ഈ സൂര്യദോഷത്തിന് വലിയൊരു പരിഹാരമാണ്. അത് സൂര്യഗായത്രി അതിനുപയോഗിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് അല്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ആദിത്യ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആദിത്യ ഹൃദയം, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആദിത്യ പരിഹാരമായിട്ട് അതാ പറയണേ, അത് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ചെമ്പ് പാത്രത്തിൽ, കോപ്പർ വെസൽസിൽ വെള്ളമെടുത്ത് അതിലല്പം ചുവന്ന ചന്ദനവും ചുവന്ന പുഷ്പവും ചേർത്ത് സൂര്യഭഗവാന് അർഘ്യം സമർപ്പിക്കുന്നതായിട്ട് കിഴക്കോട്ട് നിന്ന് ചെയ്യുക. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ സന്ധ്യാവന്തനം കഴിക്കുമ്പം നവഗ്രഹ തർപ്പണത്തിൽ സ്വാഭാവികമായിട്ടും ജലം തർപ്പിക്കും. അത് കൈകൊണ്ടാണ് ചെയ്യുന്നത്. ആദിത്യൻ തർപ്പയാമി, സോമൻ തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഇത് നിങ്ങൾക്ക് സൂര്യന് അർഘ്യം സമർപ്പിക്കാം. പ്രത്യേകിച്ച് അത് ചെമ്പ് പാത്രത്തിലാണ് സൂര്യന്
അർഘ്യം സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് ശിവക്ഷേത്രത്തിലോ അല്ല സൂര്യക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രത്തോടു കൂടിയിട്ട് പൂജിക്കുന്ന സൂര്യക്ഷേത്രങ്ങൾ, സൂര്യൻ്റെ ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ്, എന്നാൽ പോലും മാന്നാർ, അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ, ഇപ്പോൾ മാന്നാർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ, അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലൊക്കെ ഉണ്ട് സൂര്യക്ഷേത്രം. അതുപോലെ തന്നെ സൂര്യപ്രതിഷ്ഠയുള്ള സ്ഥലത്തൊക്കെ പ്രധാനമായിട്ടും ഗോതമ്പ് കൊണ്ടൊക്കെ തുലാഭാരം കഴിക്കുന്നതും ചെമ്പ് പാത്രത്തിൽ നിവേദ്യം സമർപ്പിക്കുന്നതുമൊക്കെ വളരെ വിശേഷമാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ പൂജയിൽ സൂര്യന് പറഞ്ഞിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത്, അതുപോലെ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം പോയി തൊഴുന്നതും, ഭഗവാൻ പഞ്ചാക്ഷരൻ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ഭഗവാന് അതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ സൂര്യൻ്റെ ദോഷത്തിന് പരിഹാരമാണ്. മഹാദേവനെ ആശ്രയിക്കുക എന്നുള്ള അർക്കശംഭു എന്നല്ലേ പറയുന്നത്. ഭഗവാനെ അർക്കൻ, സൂര്യനെ ശംഭുവിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചോളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഗായത്രി മന്ത്രം ജപിക്കുക. വൈഷ്ണവമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സൂര്യഗായത്രി ധ്യായേ സദാ സവിതുർമണ്ഡല മധ്യവർത്തി എന്നുള്ള ധ്യാനം ജപിച്ച് ഗായത്രി മന്ത്രം ജപിക്കുക. സത്യനാരായണനാണ്, സത്യയുഗത്തിലെ നാരായണനാണ്. അപ്പോൾ അതുപോലെ തന്നെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന നാരായണനാണ്. അല്ലെങ്കിൽ ഗായത്രി, സൂര്യഗായത്രി മന്ത്രങ്ങളോ ആദിത്യ ഹൃദയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫറുകൾ, ഗോതമ്പ് കൊണ്ട് തുലാഭാരം കഴിക്കുക, പത്മവിട്ട് സൂര്യപൂജ കഴിക്കുക, ആദിത്യ പൂജ കഴിക്കുക. അതേപോലെ ആദിത്യ പൂജയ്ക്ക് പറഞ്ഞിട്ടുള്ള കേരളീയമായിട്ടുള്ള നിവേദ്യങ്ങളുണ്ട്, അത് ചെയ്യുക. അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള പായസം ചെയ്ത് സമർപ്പിക്കുക. അതേപോലെ ചെമ്പ് പാത്രങ്ങൾ സമർപ്പിക്കുക രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജകീയ തുല്യരായിട്ടുള്ള ദേവതകൾക്ക് പരിഹാരങ്ങൾ ചെയ്യുക. ഏറ്റുമാനൂരപ്പനൊക്കെ ശരിക്കും അഹോരമൂർത്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു രാജാവാണ്. അപ്പോൾ ഈ വൈക്കിത്തപ്പൻ അവരുടെയൊക്കെ അടുത്ത് ഇതിനുള്ള പരിഹാരമൊക്കെ ചെയ്താൽ ഈ രവിയെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ തീരും. യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ചെയ്താൽ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അതിനൊരു യോഗവും കൂടി 9-ലെ രവി, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു യോഗവും കൂടി നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളുക. ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ നിൽക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങൾ ഒന്ന് നിങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. എവിടെയൊക്കെയാണ് നിങ്ങളുടെ ശ്രദ്ധ പോയത്, നിങ്ങൾ എവിടെയൊക്കെയാണ് പ്രൊവോക്ഡ് ആയത്, എവിടെയൊക്കെയാണ് നല്ലത് വന്നത്, എവിടെയൊക്കെയാണ് ചീത്ത വന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു നിരീക്ഷണമാണ് ജീവിതം. സ്വന്തം ജീവിതത്തെ നിരീക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് എന്നെ അറിയില്ല, പിന്നെ ഞാൻ എന്ത് പഠിച്ചിട്ടും എന്ത് കാര്യം? കാരണം ഈ പഠിക്കുന്നതെല്ലാം ആരുടെയൊക്കെയോ എക്സ്പീരിയൻസുകളാണ്. അവരത് ചേർത്ത് വെച്ച് നമ്മളിലേക്ക് തന്നു. ഇതൊക്കെ സെക്കൻഡ് ഓർഡർ നോളജുകളാണ്, നമ്മുടെ എക്സ്പീരിയൻസ് അല്ല. നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ അന്വേഷണം കൊണ്ട്, നമ്മുടെ സുഖദുഃഖങ്ങൾ കൊണ്ട്, ജീവിതയാത്രയ്ക്കിടയിൽ നമ്മുടെ അവെയർനെസ് കൊണ്ടും ഇഗ്നോറൻസ് കൊണ്ടും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ സത്യമാണ് നമ്മുടെ അനുഭവം. ഏറ്റവും വലിയ കാര്യവും അവനവനെ അറിയുക എന്നുള്ളതാണ്. അവനവനെ അറിഞ്ഞാൽ, അവനവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ, അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അറിയാതെ അവനവനെ സ്നേഹിച്ചു തുടങ്ങും. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആ സ്നേഹം ഈശ്വരനാണെന്ന് തിരിച്ചറിയുമ്പം, ഈശ്വരാംശം എന്നിൽ നല്ല രീതിയിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പം നമ്മൾ അറിയാതെ തന്നെ ഐശ്വര്യമുള്ളവരാവും. ഐശ്വര്യമുള്ളവരെ കൂടെ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും തോന്നും. അവനവനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ആ സ്നേഹം നമ്മളിലൂടെ തന്നെ പുറത്തേക്ക് പോയി തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം നമ്മളോടൊരു ഇഷ്ടം വരികയും ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് നമ്മളോട് ഒട്ടും സ്നേഹമില്ലാതെ ബാക്കിയുള്ളവരോട് എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദാറ്റ്സ് കോൾഡ് ഇൻസെക്യൂരിറ്റി. അത് അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്നതാണ്, ഇഗ്നോറൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. ജീവിതാനുഭവം വരുന്ന സമയത്ത് എന്നെങ്കിലും ഒരിക്കലത് തിരിച്ചറിയുകയും
ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. സൂര്യനെക്കുറിച്ച് ഒമ്പതാം ഭാവത്തിലെ സൂര്യനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി 9ാം ഭാവത്തിലെ ചന്ദ്രനാണ്. അതടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാം. നമസ്കാരം.